ശരി. കെവിൻ ചേട്ടൻ പുറത്താണോ? പറഞ്ഞു ശരി. എന്താ ശബ്ദത്തിനൊരു പതർച്ച പോലെ? വീട്ടിലെല്ലാരും നല്ല വിഷമത്തിലാ കെവിൻ ചേട്ടാ. നന്ദേട്ടനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. ചേച്ചിയാണെങ്കിൽ ആകെ തകർന്നിരിക്കുക. അമ്മയും അച്ഛനും ഒക്കെ അങ്ങനെ തന്നെയാ. നന്ദേട്ടന് എന്ത് പറ്റിയതാവും കെവിൻ ചേട്ടാ? സത്യം പറഞ്ഞാ നന്ദൻ എന്താ സംഭവിച്ചെന്നൊരു പിടിയും കിട്ടുന്നില്ല ശാരി. അത് ഞാൻ വിശ്വസിക്കില്ല. ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, സ്വന്തം കമ്പനിയിലെ പാർട്ണർ, അങ്ങനെ ഒരാളെ കുറിച്ച് ഒന്നും അറിയാതിരിക്കോ? ഇല്ലെന്നേ. നന്ദേട്ടൻ നിങ്ങളോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതുറപ്പാ. സത്യമായിട്ടില്ല ശാരി. ഒരു ചെറിയ സൂചനയെങ്കിലും കിട്ടിയാ ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ശാരിയോടല്ലേ. ഏത് ശാരികയോട്? പ്രിയപ്പെട്ട ശാരികയോട്. ചുമ്മാ ഫോണിൽ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടത്, ഇഷ്ടപ്പെട്ടത് അങ്ങനെയൊക്കെ തട്ടിവിടും. പക്ഷേതാ ഇതുപോലെ കുടുംബത്തിന് വേണ്ടി ഒരു കാര്യം ചോദിച്ചാൽ കൃത്യമായിട്ടൊന്നും പറയാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. എൻ്റെ പൊന്നെ, അങ്ങനെയൊന്നും പറയല്ലേ. ദേ എനിക്ക് വിഷമാവും. സത്യോ പറഞ്ഞ ശാരി. ദേ നന്ദനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയാൽ ആദ്യം വിളിച്ചറിയിക്കുന്നത് എൻ്റെ ശാരിയോടായിരിക്കും. സത്യം? 100 വട്ടം സത്യം. നോക്ക്, നീ എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പാ. അയ്യോ അല്ല, നീ എൻ്റെ ഹൃദയം തന്നെയാണ്. നിന്റെ ശബ്ദം കേട്ടാൽ തന്നെ എനിക്ക് ചുറ്റും ഒരു പ്രകാശം വന്ന് നിറയും പോലെയാ. ആണോ? എന്താ കെവിൻ ചേട്ടാ? അല്ല. ഹലോ കെവിൻ ചേട്ടാ. ഞാൻ പിന്നെ വിളിക്കേ. നന്ദനെ കാണാത്ത ടെൻഷനിൽ ഞാൻ വട്ടടിച്ച് നിൽക്കുമ്പോ അവന്റെ ഒരു പൈങ്കിളി പ്രേമം. ഏതാടാ പെണ്ണ്? അയ്യോ, ഇത് പ്രേമൊന്നുമല്ല, ഇതൊരു ഫ്രണ്ടാ. ഫ്രണ്ട്? എനിക്കറിയാം. നിന്റെ ചുറ്റിലും പ്രകാശം പരത്തുന്ന ഏതോ ഒരുത്തിയെക്കുറിച്ച് നീ പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അധികം വൈകാതെ ഞാനത് കണ്ടുപിടിച്ചോളാം കേട്ടാ. അയ്യോ, അത് ഞാൻ പറയാൻ പറ്റില്ല. ശരിക്കും കൃത്യമായിട്ട് റൂട്ടിലെത്തിയിട്ടില്ല. എടോ, നീ റൂട്ടിലാക്കേ, പ്രേമിക്കേ, കല്യാണം കഴിക്കേ, എന്താന്ന് വെച്ചാ ആയിക്കോ. ഇപ്പൊ എനിക്ക് എന്റെ നന്ദനെ കിട്ടണം. അതിനു വേണ്ട കാര്യങ്ങളാ നോക്കേണ്ടത്. അത് ഞാൻ നോക്കുന്നുണ്ട്. നീ വാ, നമുക്കിറങ്ങാം. ബെല്ല.